കവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ നല്ല സൂപ്പർ കോമ്പിനേഷൻ ആയിട്ടുള്ള തക്കാളി ചട്നിയാണ്. അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. രാവിലെയൊക്കെ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂണ് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുക. ഉഴുന്ന് പരിപ്പ് 1 ടീസ്പൂണിൽ കുറവായാലും കുഴപ്പമില്ല, കൂടുതലാവണ്ട, അപ്പോൾ ചട്നിയുടെ ടേസ്റ്റ് മാറും. ഇനി 1 ടീസ്പൂൺ പരിപ്പും 1 നുള്ള് ഉലുവയും ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. ഇത് നല്ല എരിവുള്ള മുളകാണ്, അതുകൊണ്ടാണ് ഞാൻ 3 ചേർത്തെടുത്തത്. കാശ്മീരി ചില്ലിയോ അല്ലെങ്കിൽ എരിവ് കുറഞ്ഞ മുളകോ ആണെങ്കിൽ 4 5 ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഓരോരുത്തരുടെ എരിവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചും നമ്മൾ ചേർത്തെടുക്കുക. ഇനി ഇതിലേക്ക് 3 തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി നമുക്ക് തക്കാളി നന്നായിട്ട് വാട്ടിയെടുക്കാം. ഇതിലേക്ക് 3 അല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ തക്കാളി നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്, അപ്പോൾ പാകമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ തക്കാളിയിലുള്ള വെള്ളമൊക്കെ പോയി നല്ല ഡ്രൈ ആയിട്ട് മാറുന്ന വരെ നമ്മൾ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 നുള്ള് പഞ്ചസാര എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ തക്കാളി നന്നായിട്ട് വഴറ്റി പൊടിയുടെ പച്ചമണമൊക്കെ പോയി നല്ല പാകമായിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാം. ഇപ്പോൾ ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ തക്കാളി നന്നായിട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്തുകൊണ്ട് അടിച്ചെടുത്ത് ഒരു കുറച്ചുകൂടി അയഞ്ഞ രൂപത്തിലാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് വേണ്ട കൺസിസ്റ്റൻസിയിൽ നിങ്ങൾക്ക് വെള്ളം ചേർത്ത് പാകാക്കിയെടുക്കാം. ഇനി നമുക്ക് ചട്നി ഒന്ന് വറവിട്ടെടുക്കാം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ സൂപ്പറായിട്ടുള്ള നമ്മുടെ തക്കാളി ചട്നി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.